നമസ്തേ. കഥകളത്തി സാഗരത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ വടക്കൻ പാട്ടുകളിലൂടെയാണല്ലോ ഓർത്തുകൊണ്ട് പോകുന്നത്, കഥകൾ ഓർത്തുകൊണ്ട് പോകുന്നത്. അപ്പോൾ തച്ചോളി മാണിക്യൊത്ത കുഞ്ഞതോദേനൻ ഒരു അംഗത്തിന് ഒരുങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പട്ടുനൂലും പട്ടുനൂലും വാളിൻ്റെ ഉമ്മം ചെണ്ടും എല്ലാം വാങ്ങാനായിട്ട് കോഴിക്കോട്ടങ്ങാടി പോകുന്ന സമയത്ത് പുറമേരി കോലും വഴി പോകുമ്പോൾ തമ്പൂരാൻ ക്ഷണിച്ച് കൊട്ടാരത്തിലേക്ക് കയറി. അപ്പോൾ പറഞ്ഞു, വേണ്ട ഉദയന, നിനക്ക് മുൻചുണ്ടിയൊക്കെ ഉണ്ട്, അമ്പുചെട്ടിയുടെ കടയിൽ നിന്നൊക്കെ ഞാൻ ഇവിടുത്തെ കാര്യസ്ഥനെ പറഞ്ഞയക്കാം, എന്നിട്ട് സാധനങ്ങൾ ഇങ്ങോട്ട് വാങ്ങിച്ചു വരുത്താം എന്ന് പറഞ്ഞ് അവിടെ സൽക്കരിച്ചിരുത്തി. അങ്ങനെ വെന്നിപ്പാറ കുങ്കൻ കുഞ്ഞിക്കുങ്കൻ എന്ന് പറയുന്ന പുറമേരിത്ത രാജാവിൻ്റെ സേനാനായകനായ കുഞ്ഞിക്കുങ്കൻ കോഴിക്കോട്ട് അങ്ങാടിയിൽ ചെന്നു. അമ്പുചെട്ടി കണ്ടു. അമ്പുചെട്ടിക്ക് ഒരു പുച്ഛഭാവത്തിൽ കുങ്കനെ കണ്ടപ്പോൾ തീരെ പിടിച്ചില്ല. അയാളെന്ന് കളിപ്പിക്കണം എന്ന് കരുതിയിട്ട് പറഞ്ഞു, എനിക്ക് 2-3 ദിവസം കഴിഞ്ഞിട്ട് കപ്പൽ വന്നിട്ട് ചരക്കൊക്കെ കിട്ടുള്ളൂ, അതുവരെ ഇവിടെ താമസിച്ചോളൂ. മറ്റൊരിടത്ത് അരി കൊണ്ടു കൊടുത്ത്, അതായത് ഒരു സൽക്കാരോ വേണ്ടതുപോലെ ആദരിക്കുകയോ ഒന്നും ചെയ്യാതെ അരിയും കൊണ്ടു കൊടുത്ത് നീ ഊണ് കഴിച്ചോ, ഏതോ ഒരു വീടിൻ്റെ പേരും അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക ചെയ്തത്. ഇല്ലല്ല, ഞാൻ അങ്ങനെയൊന്നും പോവില്ല, ഞാൻ ഈ കടയിൽ പട്ടിണി കിടന്നാലും വിടില്ലെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നിനക്ക് അപ്പോൾ മനഃപൂർവ്വം ഒരു വലിയ കായ പഴുത്തത് അവിടെ കെട്ടി തൂക്കിയിട്ടുണ്ട്, അതിൽ നിന്ന് ഒറ്റ കായ പോലും നീ ഉരിയാൻ പാടില്ല എന്ന് അമ്പുചെട്ടി കർശനമായിട്ട് കുഞ്ഞിക്കൂങ്കനോട് പറഞ്ഞു. അപ്പോൾ കൂങ്കൻ പറഞ്ഞു, ഞാൻ കളിയായിട്ടൊരു കായൊക്കെ ചിലപ്പോൾ ഉരിഞ്ഞു എന്ന് വരും, കളിയായിട്ട് നീ ഒരു കായ ഉരിഞ്ഞ, കായായിട്ടും കൈത്തണ്ടായിട്ടും ഞാൻ നിനക്ക് കളിയായിട്ട് ഒരടി അങ്ങോട്ട് തരും എന്ന് പറഞ്ഞു. ഓ, എന്നാൽ അതൊന്ന് കാണട്ടെ എന്നും പറഞ്ഞ് കുഞ്ഞിക്കൂങ്കൻ ഒരു കായ അങ്ങോട്ട് ഉരിഞ്ഞു. അമ്പുചെട്ടി അതുപോലെ തന്നെ എന്തുണ്ടായി, കായായിട്ടും കായത്തണ്ട് കൊണ്ടും കുങ്കനെ അങ്ങോട്ട് അടിക്കാനും തോന്നി. അടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ വഴിക്ക് കുഞ്ഞിക്കുങ്കൻ വാളങ്ങ് ചെരിച്ചു വെച്ചു. അതുമേലേക്ക് ചെന്ന് കയറി അമ്പുചെട്ടിയുടെ തലയങ്ങ് വേർപെട്ട് പോയി. അങ്ങനെ അമ്പുചെട്ടി മരിച്ചു. വേറെ അവിടെ ആ വർത്താനത്തൊക്കെ അല്ലേ ശവമൊക്കെ അവിടെ കൊണ്ടുവന്നിട്ടു. മറ്റ് ചെട്ടിയന്മാർ ആൾക്കാർ പലരും അറിഞ്ഞ് കുങ്കനെ ആക്രമിക്കാൻ വന്നു. കുങ്കനോട് എതിര് വന്നവരെ എല്ലാം കുങ്കൻ അരിഞ്ഞ് വീഴ്ത്തി. അത് കഴിഞ്ഞ് ആ വിവരം സാമൂതിരി കോവിലകത്തറിഞ്ഞു. കോവിലകത്തുനിന്ന് 20 പടനായകന്മാരെ അയച്ചു. 20 പേരെയും കുങ്കൻ വെട്ടിക്കൊന്നു. പിന്നീട് 330 പടനായകന്മാരെ അയച്ചു. അതൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് അവരെയും കുങ്കൻ നേർക്ക് നേർ നിന്ന് പടവെട്ടി കൊല്ലുക തന്നെ ചെയ്തു. പിന്നീട് ഇനി എങ്ങനെയാണ് സാമൂതിരിക്ക് തോന്നി, നേരായ മാർഗത്തിലൂടെ കുങ്കനെ കൊല്ലാനൊരു വഴിയില്ല, അതുകൊണ്ട് ഇനി കുങ്കനെ ചതിയാലെ കോവിലകത്തേക്ക് സാമൂതിരി കോവിലകത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, മകനെയും മരുമകനെയും കൂട്ടി കുങ്കനെ ക്ഷണിക്കാനായിട്ട് പോയി. സാമൂതിരി കോവിലകത്തേക്ക് ആദരവ് തരാനായിട്ട് അച്ഛൻ വിളിക്കണം, നാടുവാഴണ തമ്പുരാനെന്ന് പറഞ്ഞ് മകനും മരുമകനും കൂടി കുങ്കനെ ചെന്ന് വിളിച്ചു. അപ്പോൾ കുങ്കന് തോന്നിയോ തന്നെ ആദരിക്കാനാണല്ലോ, അല്ലെങ്കിൽ മരുമകനും ഒന്ന് വിളിക്കില്ലല്ലോ എന്ന് കരുതി കുങ്കൻ സാമൂതിരി കോവിലകത്ത് ചെന്നു. സാമൂതിരിയുടെ മുമ്പിൽ ചെന്നു പാദം തൊട്ടു വണങ്ങി നമസ്കരിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ സാമൂതിരി ഉത്തരവ് ഇട്ടു, നഗരം മുടിച്ചവനാണ്, അമ്പുചെട്ടിയെ കൊന്നവനാണ്, നമ്മുടെ ആദ്യം പോയ 20 പടനായകന്മാരെയും കൊന്നു, പിന്നെ പോയ 330 പടനായകന്മാരെയും കൊന്നു, അവനെ പിടിച്ച് തുറുങ്കലിയിൽ അടയ്ക്കാൻ പറഞ്ഞു. എന്നിട്ട് കഴുതട്ടണം. കഴുതട്ടുക എന്ന് പറഞ്ഞാൽ കഴുമരത്തിൽ കയറ്റി പരസ്യമായിട്ട് തൂക്കിക്കൊല്ലുക, അതാണ് കഴുവേറ്റുക എന്ന് പറയാം. അതിനായിട്ട് തയ്യാറാക്കിയ കഴുവേറ്റുക. ഈ വിവരം ഇങ്ങനെ കർണാകർണികയ എന്ന് വെച്ചാൽ കാതിൽ നിന്നായിട്ട് പുറമേരി തമ്പുരാനും പറഞ്ഞു. അപ്പോൾ അപ്പോഴേക്കും ഇവിടെ 2-3 ദിവസം ഇതുവരെ കുങ്കൻ വന്നിട്ടില്ല, സാധനങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ഉദയനൻ അങ്ങനെ പുറമേരി രാജാവിൻ്റെ കോലൂത്ത് താമസിക്കുക. അപ്പോൾ തമ്പുരാൻ പറഞ്ഞു, കുങ്കൻ ഇതുവരെ വന്നില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ വേണ്ടേ? അപ്പോൾ ഉദയനൻ വേഗം അന്വേഷിച്ചൊന്ന് പോകാം. അപ്പോഴേക്കും കുറേശ്ശെ വാർത്തകളൊക്കെ എത്തി. അവരും പറഞ്ഞ് കുറേശ്ശെ സാമൂതിരി കോവിലകത്ത് തടങ്കലിലാണെന്ന്. ഉദയനൻ പറഞ്ഞു, ഞാൻ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് അവിടെ ചെന്ന് പോണ വഴിക്ക് ഒരു മാക്കം എന്ന് പറയുന്ന ധീരയായ ഒരു സ്ത്രീയുണ്ട്, വടക്കേരി മാക്കം എന്ന് പറയുക. അവിടെ അരി കൊടുത്താൽ ഊണ് കഴിക്കാം എന്ന് കരുതി കണ്ടാശ്ശേരി ചാപ്പനും ഉദയനനും കൂടി അവിടെ ചെന്നു. ഞങ്ങൾ അരി തരാം, അത്താഴം വെച്ച് തരുമോ എന്ന് ചോദിച്ചു.
അപ്പം കണ്ട മാക്കം എന്ത് പറഞ്ഞു, അത് പറ്റില്ല, ഇന്നിവിടെ അരി വയ്ക്കലും കാര്യങ്ങളൊന്നുമില്ല. സാമൂതിരിക്കാർ 7 പേര് വരും. അവർ പാതിരിയായിക്ക് വരുമ്പോൾ അവരുടെ കുത്തലും വയ്ക്കലും നെല്ലും കൊണ്ടാണ് വരിക. നെല്ല് കുത്തലും വയ്ക്കലും അതൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ഇവിടെ ഒന്നും അത്താഴം വയ്ക്കലില്ല എന്ന് പറഞ്ഞു. അയ്യോ അത് ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞു. ഉടൻ തന്നെ എന്തിനു പറഞ്ഞു, മാക്കത്തെ അങ്ങോട്ട് ഭയപ്പെടുത്തി ഉദയനൻ. എങ്ങനെ? മാക്കം ചെറുവിരലിലെ ഈ പാട്ടിൽ പറയുന്നത്, വടക്കൻ പാട്ടിൽ പറയുന്നത്, കോയിക്കൽ കുഞ്ഞിമാക്കെ സാമൂതിരിക്കോലും വന്ന തമ്പുരാൻ്റെ 7 വരണല്ലേ ഉള്ളൂ. അവർ അവിടെ ഉടുതുണി, ഇവിടെ കോയിക്കാലിടത്തിലെ മാക്കമ്മൻ്റെ ഉടുതുണി കഴുത്തിൽ കയറിപ്പോയി. ഉദയനൻ ചെറുവിരലിൻ്റെ മോതിരം ഇങ്ങനെ തിരികെ കയറ്റിയപ്പോൾ മാക്കത്തിൻ്റെ ഉടുതുണി കഴുത്ത് വരെ കയറിപ്പോയി എന്നാണ് പറയണത്. മാക്കം പേടിച്ചു. ഇത്ര വലിയ മാന്ത്രിക ശക്തിയൊക്കെ ഉള്ള ആളാണോ ഈ ഉദയനൻ? അയ്യോ ഞാൻ പറ്റില്ല എന്നും പറഞ്ഞില്ല. ഉടൻ തന്നെ ഉദയനൻ തുണി കീഴ്പോട്ടൊക്കെ ഇറക്കി. അരി തന്നാൽ എങ്ങനെ ശരി തരൂ എന്നും പറഞ്ഞ് അരി വെച്ച് മേടിച്ച് പഴയരി ചോറ് വെച്ച് ഉണ്ടാക്കി ഊണൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്തുണ്ടായി? മാക്കം ചെയ്ത കാര്യം എന്താന്ന്, പൂമന്തരിയായെടുത്തവള്, പൂമന്തരിയ എന്ന് പറഞ്ഞാൽ പുൽപ്പായ എടുത്തിട്ട് പഠിക്കലും കൊണ്ടേ വിരിക്കണല്ലോ. വെറ്റിലടക്കയും കൊണ്ടുവച്ചു, പഴയരി ചോറങ്ങു വയ്ക്കുന്നല്ലോ, വെള്ളവും കാച്ചോളു വയ്ക്കുന്നല്ലോ. പറയുന്നുണ്ടോ മാന കുഞ്ഞിമാക്കം, തച്ചോളിയോ ഉദയനക്കുറുപ്പേക്കി, നിങ്ങളിപ്പം തേച്ചു കുളിച്ചോളിനെ. നിങ്ങളിപ്പം എണ്ണ തേച്ച് കുളിച്ച് കുളിയും കഴിഞ്ഞ് വരൂ. ഇതാ ചോറും കാര്യങ്ങളുമൊക്കെ റെഡി ആയിട്ടുണ്ട്. അതിനെ ഊണൊക്കെ കഴിഞ്ഞ് ഉദയനോട് പറയണം, തച്ചോളി ഉദയനക്കുറുപ്പേക്കി, പടിഞ്ഞാറ്റേ പോയി കിടന്നോളീനെ. നിങ്ങൾ പടിഞ്ഞാറ്റേ പോയി കിടന്നോളൂ എന്ന് പറഞ്ഞ് പായ് വിരിച്ചു കൊടുത്തു. പടിഞ്ഞാറ്റേൽ വിരിച്ചു കൊടുക്കുന്നത് സംബന്ധക്കാരായിട്ട് വരുന്നവർക്കാണ്. അവിടെയാണ് ഉദയനന് വിരിച്ചു കൊടുത്തത്. ഉദയനൻ പടിഞ്ഞാറ്റേ പോയി കിടക്കാനും പോയി. ചാപ്പനോട് പറഞ്ഞു, പടിപ്പുര ചെന്ന് നിൽക്ക്, സാമൂതിരിയുടെ ആൾക്കാർ വരികയാണെങ്കിൽ നമ്മളെ കുന്തൊന്നും കുലുക്കി പേടിപ്പിച്ച് ഓടിച്ചു കിട്ടും. അതുപോലെ തന്നെ സംഭവിച്ചു. അവർ തിരിച്ചു ചെന്ന് സാമൂതിരി കോവിലകത്ത് ചെന്ന് പറഞ്ഞു, അയ്യോ അങ്ങോട്ട് കടക്കാൻ നിവർത്തിയില്ല, മാക്കത്തിൻ്റെ അവിടേക്കൊന്നും അടുക്കാൻ നിവർത്തിയില്ല, കുന്തമെടുത്ത് കുലുക്കിക്കോളൂ എന്ന് പറഞ്ഞാൽ കുലുക്കി അവരെയൊക്കെ പേടിപ്പിച്ച് ഓടിച്ചു. പിറ്റേന്ന് പുലരുന്ന നേരത്ത് ഉദയനക്കുറുപ്പ് എന്തു ചെയ്തു, നേരെ സാമൂതിരി കോവിലകത്തേക്ക് അങ്ങ് ചെന്നു. അവിടെ ചെന്ന് സാമൂതിരി തമ്പുരാനെ വണങ്ങി. അപ്പോൾ പറഞ്ഞു, കീയേന്നൊരു നായർ പോന്നിട്ട് കുറച്ച് നാളായി കാണാനില്ല ഇവിടെ. അപ്പോൾ ഇവിടെ ഒരു നായർ വന്ന് അമ്പുച്ചിട്ടി വന്നിട്ട് അയാളെ ഞങ്ങൾക്ക് പിടുത്തം കിട്ടിയിട്ടുണ്ട്, കഴിവേറ്റാനയച്ചത്. എനിക്ക് ആ കഴിവേറ്റാൻ പോണ നായരെ ഒന്ന് കാണണം എന്ന് പറഞ്ഞു സാമൂതിരി. അതിനെന്താ കാണാലോ എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് നോക്കിയപ്പോൾ ആരാ, പുറമേരി രാജാവിൻ്റെ സേനാനായകൻ കുഞ്ഞിക്കുങ്കനാണ്. ഉടൻ തന്നെ ഉദയനൻ പറഞ്ഞു, കുഞ്ഞിക്കുങ്കനെ കൊണ്ടുപോകാനാ ഇയാൾ പുറമേരി രാജാവിൻ്റെ സേനാനായകനാണ്, ഇയാളെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നേക്കണേ. അതുകൊണ്ട് അവിടെ നിന്ന് തിരുമേനി തടസ്സമൊന്നും പറയരുത്, അയാളെ തട്ടാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് അങ്ങ് അദ്ദേഹത്തെ ആദരിച്ച് തന്നെ പറഞ്ഞേക്കണം, ഒരു കുളിക്ക് എണ്ണ കൊടുക്കൂ എന്ന് പറഞ്ഞു. അങ്ങനെ കുളിയും കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിക്കുങ്കനെ ചോറും കറിയൊക്കെ വിഭവങ്ങളൊക്കെ കൊടുത്ത് സാമൂതിരി കോവിലത്തുനിന്ന് ഊണൊക്കെ കഴിച്ച് സമാധാനമായിട്ട് തിരിച്ച് കൊണ്ടുവന്നു. കുഞ്ഞോദയനൻ കുങ്കനെയും ഒപ്പം കൂട്ടി ചാപ്പനും കുങ്കനും ഉദയനനും കൂടി പുറമേരി തമ്പുരാൻ്റെ വീട്ടിലേക്ക് കോലൂത്ത് തമ്പുരാൻ കുങ്കനെ രക്ഷിച്ചു ഉദയനനെ നിയോഗിച്ചതനുസരിച്ച് ഉദയനൻ സാമൂതിരി കോവിലകത്തെത്തി കുങ്കനെ രക്ഷിക്കുകയും ചെയ്തു. ഇതാണ് കഥ. ഈ കഥയിൽ ഉദയനനും സാമൂതിരി തന്നെ ഉദയനന് വേണ്ടി പുറമേരി തമ്പുരാൻ തൻ്റെ സേനാനായകനെ പറഞ്ഞയച്ചു. അയാളുടെ ചുണ്ടി ദേഷ്യവും കാര്യങ്ങളൊക്കെ ആയിട്ട് കോഴിക്കോട് നഗരാമ്പുചെട്ടിയൊക്കെ കൊന്നു ഇതായി. അത് കഴിഞ്ഞ് സാമൂതിരി കൊണ്ടുപോയിട്ട് ഉദയനൻ നേരിട്ട് ചെന്ന് പുറമേരി തമ്പുരാൻ്റെ സേനാനായകനായ കുഞ്ചിക്കുങ്കനെ തിരിച്ച്
പുറമേരി കോവിലകത്ത് കൊണ്ടുവന്ന് എത്തിക്കുകയും ചെയ്തു. അതാണ് ഉദയനനും സാമൂതിരിയും തമ്മിലുള്ളൊരു സ്നേഹബന്ധം കൊണ്ട് സുഖക്കുറവുകളൊന്നും, അതായത് കുങ്കന് ആപത്തൊന്നും വരാതെ രക്ഷിച്ചു. തൻ്റെ സുഹൃത്തായ പുറമേരി രാജാവിൻ്റെ സേനാനായകനെ സുരക്ഷിതനായി തിരിച്ചെത്തിക്കുന്നു. പിന്നീടുള്ള കാലം പുറമേരി കോവിലകത്തെ തമ്പുരാനും ഈ വെണ്ണിമല കുങ്കനും എല്ലാം ഉദയനനുമായിട്ട് വളരെ സൗഹൃദത്തോടെയാണ് ജീവിച്ചതായിട്ടാണ് വടക്കൻ പാട്ടുകളിൽ, ഉദയനപ്പാട്ടുകളിൽ കാണുന്നത്. ഉദയനൻ്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവായിരുന്നു. കാരണം രാജാവായിട്ട് സൗഹൃദം ഉണ്ടായെങ്കിലും ആ രാജ്യത്തെ മുഴുവൻ സൈന്യത്തിൻ്റെയും പിന്തുണ കിട്ടുന്ന ഒരു സംഭവം കൂടിയായിരുന്നു ഈ സംഭവം. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും, ഇതുവരെ ഈ കഥ കേട്ട എല്ലാവർക്കും നന്ദി. ഇനി ഉദയനൻ്റെ ജീവിതത്തിൽ ഉദയനൻ അബലകളായ, അതായത് സംരക്ഷിക്കാൻ പുരുഷന്മാരില്ലാത്ത പല ഭവനങ്ങളും അന്ന് ഉത്തര കേരളത്തിലുണ്ട്. കാരണം ആണായി പിറന്നവരെല്ലാം അംഗം വെട്ടാൻ പോകും. അംഗം വെട്ടാൻ പോകുമ്പോൾ അംഗത്തിൽ ഏതെങ്കിലും ഒരു വീട്ടിലല്ലേ ജയിക്കുള്ളൂ. അങ്ങനെ വന്ന് പല കുടുംബങ്ങളിലും ആണുങ്ങളില്ലാത്ത സ്ഥിതിവിശേഷമുണ്ട്. അങ്ങനെയുള്ള പല കുടുംബങ്ങളിലെയും സ്ത്രീകളെ സംരക്ഷിക്കാൻ ഒരു സുഹൃത്തെന്ന നിലയ്ക്കും ഒരു സഹോദരൻ എന്ന നിലയ്ക്കും ഒക്കെ ഉദയനൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ തെളിയിക്കുന്ന ഒരു കഥയാണ് അടുത്തതായിട്ട് ഉദയനൻ്റെ ജീവിതത്തിൽ വരുന്ന ഒരു കഥയാണ് ഇനി പറയുന്നത്. കരിമലക്കോരൻ എന്ന് പറയുന്ന ഒരു നേതാവ് തന്നെ. അയാളും അംഗവും പയറ്റും ഒക്കെ പഠിച്ചിട്ടുള്ള കളരി പരമ്പരയൊക്കെ അറിയുന്ന ഒരു ആൾ തന്നെയാണ്, ഒരു അംഗച്ചേകവൻ തന്നെയാണ്. പക്ഷേ ഉദയനനുമായിട്ടുണ്ടായ ഒരു കാര്യത്തിൽ ഒരു സ്ത്രീയെ, ദുർബലയായ ഒരു സ്ത്രീയെ, ആണുങ്ങളില്ലാത്തൊരു കുടുംബത്തിൽ ഒരു സ്ത്രീയെ വളരെ നിർബന്ധപൂർവം അദ്ദേഹം ഭാര്യയാക്കാൻ ശ്രമിക്കുന്നതിൽ നിന്ന് അവരെ രക്ഷിക്കാൻ വേണ്ടി ഉദയനൻ പുറപ്പെടുന്നൊരു കഥയാണ് ഞാൻ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഉദയനനും കരിമല കോരനും. ഇന്ന് ഇപ്പം ഇവിടെ നിർത്തുകയാണ്. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയല്ല, കാര്യം പറയും കഥയാണേ. എല്ലാവർക്കും നന്ദി.